Good morning, students. Today we have discussed the topic master production scheduling. Master production scheduling or MPS. എന്താണ് മീനിങ് എന്താ മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രൊഡക്ഷൻ ഷെഡ്യൂൾ ദാറ്റ് ഈസ് ഒരു പെർട്ടിക്കുലർ ഇൻഡിവിജ്വൽ കമ്മോഡിറ്റിയുടെ എത്ര പ്രൊഡക്ഷൻ നടത്തണം ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഒരു ഈച്ച് പീരീഡ് ടൈമിനുള്ള പെർട്ടിക്കുലർ ടൈമിനകത്ത് നമുക്ക് എത്ര പ്രൊഡക്ഷൻ നടത്തണം എന്നുള്ളൊരു ഓരോ ഷെഡ്യൂളിനനുസരിച്ചിട്ട് പ്രൊഡക്ഷൻ എത്ര നടത്തണം നമ്മൾ തീരുമാനിക്കുന്ന പ്ലാനിങ് പ്രൊസീജിയറാണ് മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂളിംഗ്. ദാറ്റ് ഈസ് എ മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂൾ ഓർ MPS ഈസ് എ പ്ലാൻ ഫോർ ഇൻഡിവിജ്വൽ കമ്മോഡിറ്റീസ് ടു ബി പ്രൊഡ്യൂസ്ഡ് ഇൻ ഈച്ച് ടൈം പീരീഡ്. അതായത് നമ്മളിപ്പോൾ അത് ഓരോ ടൈം പീരീഡിനകത്ത് നമുക്ക് എത്ര ഇൻഡിവിജ്വൽ കമ്മോഡിറ്റീസ് പ്രൊഡക്ഷൻ നടത്താം എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഷെഡ്യൂൾ ചെയ്ത് വെക്കുന്ന ഒരു പ്രോസസ്സാണ് മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂളിംഗ്. ഓക്കെ, അതിനകത്ത് എന്തൊക്കെ വരും? പ്രൊഡക്ഷൻ വരും, പ്രൊഡക്ഷൻ പ്രോസസ്സ് വരും, സ്റ്റാഫിംഗ് ദാറ്റ് ഈസ് എംപ്ലോയീസ് എത്ര വേണം, അല്ലെങ്കിൽ ഇൻവെൻട്രി എന്തൊക്കെ എത്ര സ്റ്റോക്ക് നമുക്ക് എടുത്ത് വെക്കാം, റോ മെറ്റീരിയൽസ് എത്ര വേണം, അതെല്ലാം കൂടെ നമുക്ക് ഒരു പർട്ടിക്കുലർ ഷെഡ്യൂൾ അനുസരിച്ചിട്ട് ഓരോ പ്രൊഡക്ഷൻ പ്രോസസ്സിന് ഈച്ച് കമ്മോഡിറ്റീസ് ഇൻഡിവിജ്വൽ കമ്മോഡിറ്റീസിൽ എത്ര പ്രൊഡക്ഷൻ നടത്തണം എന്നുള്ള ഷെഡ്യൂൾ ചെയ്ത് വെക്കണതിനെയാണ് മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. ദെൻ എ മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂൾ ഈസ് ദ മാസ്റ്റർ ഓഫ് ഓൾ ഷെഡ്യൂൾസ്. നമ്മൾ ഓരോ ഷെഡ്യൂൾ ഒരു പ്രൊഡക്ഷൻസ് നടത്തണമെങ്കിൽ നമ്മളൊരു ഷെഡ്യൂൾസ് ആയിട്ട് വെക്കുന്നുണ്ട്. ആ എല്ലാ ഷെഡ്യൂളിൻ്റെ മാസ്റ്ററിനാണ് മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂൾസ് എന്ന് പറഞ്ഞാൽ മാസ്റ്റർ ഓഫ് ഓൾ ഷെഡ്യൂൾസ്. എല്ലാ ഷെഡ്യൂൾസിൻ്റെയും മാസ്റ്ററിനാണ് മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് ഈസ് എ പ്ലാൻ ഫോർ ഫ്യൂച്ചർ പ്രൊഡക്ഷൻ ഓഫ് എൻഡ് ഐറ്റംസ്. ഫ്യൂച്ചർ പ്രൊഡക്ഷൻസിൻ്റെ എൻഡ് ഐറ്റംസിന് നമ്മൾ ഫ്യൂച്ചറിൽ എത്ര പ്രൊഡക്ഷൻ നടത്തണം എന്നുള്ള പ്ലാൻ ചെയ്ത് വെക്കണതിനാണ് മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അപ്പോൾ മീനിങ് മനസ്സിലായില്ലേ എന്താ മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂൾ എന്ന് പറയുന്നത്? ഇറ്റ്സ് ഓരോ പർട്ടിക്കുലർ ടൈം പീരീഡിനുള്ളിൽ ഈച്ച് കമ്മോഡിറ്റി ഒരു കമ്മോഡിറ്റി എത്ര നമ്മൾ പ്രൊഡക്ഷൻ നടത്തുന്നത് ഷെഡ്യൂൾ ചെയ്ത് വെക്കണതിനാണ് മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, വാട്ട് ആർ ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ്? എന്തൊക്കെയാണ് മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂളിൻ്റെ ഒബ്ജക്റ്റീവ്സ്? Mainly two objectives are. First one, to schedule finished products to be completed promptly and when promised to customers. That means നമുക്ക് ഒരു ഫിനിഷ്ഡ് പ്രോഡക്ട്സ് നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെക്കുന്നത് എന്തിനാ? കറക്റ്റ് ടൈമിനകത്ത് നമ്മൾ പ്രൊഡക്ഷൻ നടത്തുകയും വേണം. അതുപോലെ എപ്പോഴാണ് കസ്റ്റമേഴ്സിന് ആവശ്യം, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് നമ്മൾ എപ്പോഴാണ് പ്രോമിസ് ചെയ്തത്? നമ്മൾ ഇപ്പം ഓർഡർ കിട്ടി, പ്രൊഡക്ഷൻ ഓർഡർ കിട്ടി, അതിനുള്ളിൽ ഒരു 2 വീക്സിനുള്ളിൽ നമ്മൾ പ്രൊഡക്ഷൻ നടത്തി തരാമെന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ ടൈം പീരീഡിലുള്ള നമ്മൾ എപ്പോഴാണ് കസ്റ്റമേഴ്സിന് പ്രോമിസ് ചെയ്ത് കൊടുക്കാം, പ്രൊഡക്ഷൻ നടത്തി പ്രൊഡക്ട്സ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ആ ടൈം പീരീഡിനുള്ളിൽ നമ്മൾ കൊടുക്കുകയും വേണം. അതുപോലെ കറക്റ്റ് ആ പ്രൊഡക്ഷൻ പ്രോസസ്സ് നമ്മൾ പറഞ്ഞ ടൈമിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്ത് കസ്റ്റമേഴ്സിന് പ്രോമിസ് ചെയ്ത് ടൈമിൽ കൊടുക്കാൻ വേണ്ടിയാണ് മെയിൻലി മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂൾ നമ്മൾ ചെയ്യുന്നത്. Then second one, to avoid overloading or underloading the production facility. Means production facility overloading വരാതെയും underloading വരാതെയും മീൻസ് ബാലൻസ് ചെയ്തിട്ട് നമുക്ക് പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയാണ് MPS ദാറ്റ് ഇസ് മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂൾ നമ്മൾ ചെയ്യുന്നത്. 2 ഒബ്ജക്റ്റീവ്സ് പറഞ്ഞപ്പം കറക്റ്റ് ടൈമിനുള്ളിൽ പ്രൊഡക്ഷൻ നടത്തി കസ്റ്റമേഴ്സിന് പ്രോഡക്റ്റ്സ് എത്തിക്കുക, അതുപോലെ ഓവർ ലോഡിങ് അല്ലെങ്കിൽ അണ്ടർ ലോഡിങ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പ്രൊഡക്ഷൻ ഫെസിലിറ്റീസിൻ്റെ അവോയ്ഡൻസ് നടത്തി ബാലൻസ് ചെയ്ത് കൊണ്ടുവരാനും MPS യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ടോപ്പിക്, വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് MPS? നമ്മൾ പറഞ്ഞു അപ്പോൾ മാസ്റ്റർ പ്രൊഡക്ഷൻ എല്ലാ ഷെഡ്യൂൾസിൻ്റെയും മാസ്റ്റർ നമ്മൾ മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂൾ എന്ന് പറയുന്നത് നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കുന്നത് തന്നെ ഓരോ ഈച്ച് കമ്മോഡിറ്റിക്ക് നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെക്കും. ഫിനിഷ്ഡ് പ്രോഡക്ട്സ് എത്ര നാളത്തോളം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, അതിനകത്തെല്ലാം എംപ്ലോയീസിന് കൺസിഡർ ചെയ്യും, ഇൻവെൻട്രി സ്റ്റോക്ക് എത്ര വേണമെന്ന് കൺസിഡർ ചെയ്യും, പ്രൊഡക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെക്കുന്ന ആ ഒരു പ്ലാനിങ് പ്രോസസ്സിനെയാണ് മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ എന്താണ് അതിൻ്റെ ഫങ്ഷൻസ്? വാട്ട് ആർ ഇറ്റ്സ് ഫങ്ഷൻസ്? മെയിൻലി ഫസ്റ്റ് 6 or 7 ഫങ്ഷൻസ് ഉണ്ട്. അല്ലെ ഫസ്റ്റ് വൺ, ട്രാൻസ്ലേറ്റിംഗ് അഗ്രിഗേറ്റ് പ്ലാൻസ് ടു സ്പെസിഫിക് എൻഡ് ഐറ്റംസ്. നമ്മൾ മെയിൻലി പറഞ്ഞു MPSൽ ഈച്ച് കമ്മോഡിറ്റിയുടെ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കമ്മോഡിറ്റിയുടെ പ്രൊഡക്ഷനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ അഗ്രിഗേറ്റ് പ്ലാൻ എന്താ? ട്രാൻസ്ലേറ്റിംഗ് അഗ്രിഗേറ്റ് പ്ലാൻസ് ടു സ്പെസിഫിക് എൻഡ് ഐറ്റംസ്. അഗ്രിഗേറ്റ് പ്ലാനിൽ നമ്മൾ എല്ലാ പ്രോഡക്ട്സും എങ്ങനെ പ്ലാൻ ചെയ്ത് വെക്കുന്ന ടോട്ടൽ പ്ലാനിങ്ങിനാണ് അഗ്രിഗേറ്റ് പ്ലാനിങ് എന്ന് പറയുന്നത്. അഗ്രിഗേറ്റ് പ്ലാനിങ് നമ്മൾ ഓരോ എൻഡ് ഐറ്റംസിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കും. ദാറ്റ് മീൻസ് അഗ്രിഗേറ്റ് പ്ലാൻസ് നമ്മൾ സ്പെസിഫിക് എൻഡ് ഐറ്റംസിൽ, അതായത് ഓരോ ഐറ്റംസ് പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം, അതിന് നമ്മൾ എന്തൊക്കെ പ്ലാൻ നടത്തണം എന്നാണ് നമ്മൾ മെയിൻ ഫസ്റ്റ് ഫംഗ്ഷൻ പറയുന്നത്. മീൻസ് ഓരോ ഷെഡ്യൂളായിട്ട് നമ്മൾ തരംതിരിച്ച് വെച്ചിട്ട് അതിനനുസരിച്ച് എന്തൊക്കെ പ്ലാൻ ചെയ്യണം. ഓക്കെ, ദാറ്റ് ഈസ് അഗ്രിഗേറ്റ് പ്ലാൻ ഈസ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു സ്പെസിഫിക് നമ്പർ ഓഫ് എൻഡ് പ്രോഡക്ട്സ്. അതായത് നമ്മളിപ്പം ടോട്ടൽ പ്രൊഡക്ഷന് പ്ലാൻ ചെയ്ത് വെക്കണതിന് ഓരോ ഫിനിഷ്ഡ് പ്രോഡക്ട്സിന് എൻഡ് പ്രോഡക്ട്സിന് എന്തൊക്കെ പ്ലാൻ ചെയ്യണം, ഒരു സ്പെസിഫിക് ടൈം പീരീഡിനുള്ളിൽ ആ ഒരു എൻഡ് പ്രോഡക്ട്സ് പർട്ടിക്കുലർ പ്രോഡക്ട്സ് എങ്ങനെ പ്രൊഡക്ഷൻ നടത്തണം എന്നാണ് നമ്മൾ MPSൽ
കാറ്റഗറൈസ് ചെയ്ത് വെക്കണേ. അഗ്രിഗേറ്റ് പ്ലാൻസ് കാറ്റഗറൈസ്ഡ് ഇൻ ടു സ്പെസിഫിക് എൻഡ് ഐറ്റംസ്. ഓരോ പർട്ടിക്കുലർ പ്രോഡക്ട്സ് പ്രൊഡക്ഷൻ്റെ സമയത്ത് നമ്മൾ എന്തൊക്കെ അത് പ്രൊഡക്ഷൻ നടത്താൻ എന്തൊക്കെ പ്ലാൻ ചെയ്ത് വെക്കണം എന്നാണ് ഫസ്റ്റ് ഫംഗ്ഷൻ. ദാറ്റ് മീൻസ് ട്രാൻസ്ലേറ്റിംഗ് അഗ്രിഗേറ്റ് പ്ലാൻ ടു specific end items. Okay, then second function of MPS, that is evaluating alternative master schedules. Alternative master schedules evaluate ചെയ്യും. നമ്മൾക്ക് മാസ്റ്റർ ഷെഡ്യൂൾ ചെയ്യുമ്പം ടൈം ആൻഡ് എറർ ബേസിസിൽ നമ്മൾ മെയിൻലി ചെയ്യണേ. നമുക്ക് മീൻസ് ഒരു മാസ്റ്റർ ഷെഡ്യൂൾസ് നമുക്ക് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടാവും. ഏതാണ് നമ്മൾ ബെസ്റ്റ് കൺസിഡർ ചെയ്യേണ്ടത് നമുക്കറിയാം. മീൻസ് നമ്മൾക്ക് ഏതാണ് ബെറ്റർ MPS ഏതാണ് കണ്ടുപിടിച്ച് ഇവാലുവേഷൻ നടത്തിയിട്ട് അതിൽ നമുക്ക് ബെസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുക. ആ സെലക്ട് ചെയ്യാൻ നമ്മൾ മെയിൻലി മാസ്റ്റർ ഷെഡ്യൂൾ എന്ത് ബേസിലാണ് നമ്മൾ ചെയ്യുന്നത്? ട്രയൽ ആൻഡ് എറർ ബേസിലാണ്. ദാറ്റ് മീൻസ് ഓൾട്ടർനേറ്റീവ് MPS ക്യാൻ ബി ഡൺ ബൈ സിമുലേഷൻ. കമ്പ്യൂട്ടേഴ്സ് സിമുലേഷൻ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഏറ്റവും നല്ലത് ഏതാണ് ഇവാലുവേഷൻ നടത്തും. ആൾട്ടർനേറ്റീവ് മാസ്റ്റർ ഷെഡ്യൂൾസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇവാലുവേഷൻ നടത്ത് ബെസ്റ്റ് ഏതാണെന്ന് വെച്ചിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതനുസരിച്ചായിരിക്കും MPS നടത്തുന്നത്. ദാറ്റ് ഈസ് സെക്കൻഡ് വൺ, ഇവാലുവേറ്റിംഗ് ആൾട്ടർനേറ്റ്സ് മാസ്റ്റർ ഷെഡ്യൂൾസ്. കുറേ നമുക്ക് എന്താ പറയുക ഇതുണ്ടെങ്കിൽ മാസ്റ്റർ ഷെഡ്യൂൾസ് ഉണ്ടെങ്കിൽ നമുക്ക് ബെസ്റ്റ് ഏത് തരത്തിൽ മീൻസ് MPS എടുത്താലാണ് നമുക്ക് കറക്റ്റ് പ്രൊഡക്ഷൻ നടത്താൻ പറ്റാം. ആ ഒരു ഇവാലുവേഷൻ നടത്തിയിട്ട് നമ്മൾ ബെസ്റ്റ് സെലക്ട് ചെയ്യുക. ദെൻ തേർഡ് വൺ, ജനറേറ്റിംഗ് മെറ്റീരിയൽ റിക്വയർമെൻറ്റ്സ്. നമുക്കറിയാം നമ്മൾ പ്രൊഡക്ഷൻ നടത്തുന്ന സമയത്ത് മെറ്റീരിയൽ റിക്വയർമെൻറ്റ്സ് ഉണ്ടാവും. നമുക്ക് എവിടെ നിന്നൊക്കെ മെറ്റീരിയൽസ് കിട്ടും, ഏറ്റവും കോസ്റ്റ്ലി മീൻസ് ലെസ് കോസ്റ്റ്ലി, പെട്ടെന്ന് നമുക്ക് കിട്ടണ്ടേ, നമ്മളെ അവൈലബിലിറ്റി വേണം റിസോഴ്സസ്. ഓക്കെ, അത് എവിടെ നിന്നാണെന്നുള്ളത് കണ്ടുപിടിക്കണം. അതിന് നമ്മൾ MPS യൂസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് MPS ഈസ് എ പ്രൈം ഇൻപുട്ട് ടു ദ MRP. MRP മീൻസ് മെറ്റീരിയൽ റിക്വിസിറ്റ് പ്ലാനിങ്. നമുക്ക് എവിടെ നിന്നെല്ലാം മെറ്റീരിയൽ കൺസ്യൂം ചെയ്യാൻ പറ്റും, മെറ്റീരിയൽസ് കിട്ടും. ആ ഒരു MRP സിസ്റ്റം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മെറ്റീരിയൽ റിക്വയർമെൻറ്റ്സ് അറിയുന്നത്. MRP 1 പ്രൊവൈഡ്സ് എ പർച്ചേസിംഗ് ഓർ മാനുഫാക്ചർ സഫിഷ്യൻറ്റ് ടൈം. നമുക്ക് വേണ്ട പ്രൊഡക്ഷൻ ആവശ്യമുള്ള മെറ്റീരിയൽസ് മീൻസ് സഫിഷ്യൻറ്റ് ടൈമിനകത്ത് തന്നെ കിട്ടണം. നമുക്ക് എപ്പോഴാണ് റിക്വയർമെൻറ്റ്സ് ഉള്ളത് ആ സമയത്തിന് കിട്ടണം. അതിന് നമ്മൾ MPS യൂസ് ചെയ്യുന്നുണ്ട്. ജനറേറ്റിംഗ് മെറ്റീരിയൽ റിക്വയർമെൻറ്റ്, നമുക്ക് പ്രൊഡക്ഷൻ ആവശ്യമുള്ള മെറ്റീരിയൽസ് ജനറേറ്റ് ചെയ്യാനും MPS ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ, ജനറേറ്റിംഗ് കപ്പാസിറ്റി റിക്വയർമെൻറ്റ്. കപ്പാസിറ്റി റിക്വയർമെൻറ്റ് എന്താ? നമുക്ക് എത്ര കപ്പാസിറ്റി ഉണ്ട് പ്രൊഡക്ഷന്? Okay, the capacity requirement planning is based on the MPS, which should reflect an economic usage of labor and equipment capacities. That means customers or employees ന് എത്ര യൂസേജ് ഉണ്ട് അല്ലെങ്കിൽ എത്ര റിക്വയർമെൻറ്റ്സ് ഉണ്ട്, നമുക്ക് എപ്പോഴൊക്കെ കപ്പാസിറ്റി എന്താ എത്ര കപ്പാസിറ്റി ഉണ്ട്, നമുക്ക് പ്രൊഡക്ഷൻ എത്ര കപ്പാസിറ്റി ഉണ്ടായിരിക്കും, അതുപോലെ എത്ര എംപ്ലോയീസ് നമുക്ക് ഉണ്ട് എന്നുള്ളത് ആ ഒരു കപ്പാസിറ്റി റിക്വയർമെൻറ്റ് ജനറേഷൻ നടത്താനും MPS യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ മാസ്റ്റർ ഷെഡ്യൂൾസ് വിൽ ഹൗ ടു ബി റിവൈസ്ഡ് വെൻ കപ്പാസിറ്റി റിക്വയർമെൻറ്റ്സ് ആർ ഇൻഅഡിക്വേറ്റ്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി നമുക്കറിയാം പ്രൊഡക്ഷൻ ഇത്ര കപ്പാസിറ്റി ഉണ്ട്, ഇത്ര റിക്വയർമെൻറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇത്ര എംപ്ലോയീസ് വേണം. നമുക്ക് ആ കപ്പാസിറ്റി നമുക്ക് ഇൻഅഡിക്വേറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ MPS റീഷെഡ്യൂൾ ചെയ്യണം. നമ്മൾ റെഡിയാക്കി വെച്ച മാസ്റ്റർ ഷെഡ്യൂൾസ് നമുക്ക് കപ്പാസിറ്റി ഇൻഅഡിക്വേറ്റ് റിക്വയർമെൻറ്റ്സ് നമുക്ക് അധികം കിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു റിവൈസ് മാസ്റ്റർ ഷെഡ്യൂൾസ്. നമ്മൾ മാസ്റ്റർ ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്ത മാസ്റ്റർ ഷെഡ്യൂൾ റിവൈസ് ചെയ്തിട്ട് ഒന്നുകൂടി ചെയ്താൽ നമുക്ക് എന്താ കറക്റ്റ് ആണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. മീൻസ് കപ്പാസിറ്റി റിക്വയർമെൻറ്റ്സ് ആഡിക്വേറ്റ് ആണ്, നമ്മൾ ചെയ്തതനുസരിച്ച് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം. അതർവൈസ് ഇഫ് കപ്പാസിറ്റി റിക്വയർമെൻറ്റ്സ് ആർ ഇൻആഡിക്വേറ്റ് ദെൻ വി ഹാവ് ടു റിവൈസ് മാസ്റ്റർ ഷെഡ്യൂൾസ്. ഓക്കെ, ദാറ്റ് ഈസ് നെക്സ്റ്റ് ഫംഗ്ഷൻ, ജനറേറ്റിംഗ് കപ്പാസിറ്റി റിക്വയർമെൻറ്റ്. ഓർഗനൈസേഷനുള്ള പ്രൊഡക്ഷൻ ആവശ്യമുള്ള കപ്പാസിറ്റി റിക്വയർമെൻറ്റ് ജനറേറ്റ് ചെയ്യാനും MPS ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ, ഫെസിലിറ്റേറ്റിംഗ് ഇൻഫോർമേഷൻ പ്രോസസ്സിംഗ്. ഓക്കെ, ഇൻഫോർമേഷൻ പ്രോസസ്സിംഗ് ഫെസിലിറ്റി ചെയ്യാനും നമ്മളെന്താ MPS യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് കോർഡിനേറ്റ്സ് അതർ മാനേജ്മെൻറ്റ് ഇൻഫോർമേഷൻസ്. ദാറ്റ് ഈസ് നമുക്കറിയാം പ്രൊഡക്ഷൻ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യണമല്ല, അതർ മാനേജ്മെൻറ്റ് പ്രോസസ് ലൈക്ക് മാർക്കറ്റിംഗ്, ഫിനാൻസ് എന്താണ് ഇൻവെൻട്രി ക്യാരി ചെയ്യാൻ നമുക്ക് റിക്വയർമെൻറ്റ്സ്, അതായത് റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്ന സമയത്ത് ഫിനാൻസിന് ആവശ്യമുണ്ട്. അതുപോലെ പേഴ്സണൽ പോളിസീസ്, പേഴ്സണൽ മീൻസ് HR, ദാറ്റ് ഈസ് എംപ്ലോയീസിന് സപ്ലൈ ഓഫ് ലേബറിൻ്റെ കേസിലാണെങ്കിലും മാർക്കറ്റിങ്ങിൻ്റെ കേസിലാണെങ്കിലും ഫിനാൻസിൻ്റെ കേസിലാണെങ്കിലും എല്ലാ ഇൻഫോർമേഷൻസും ഫെസിലിറ്റേറ്റ് ചെയ്ത് കോർഡിനേറ്റ് ചെയ്യാൻ നമ്മൾ MPS ദാറ്റ് ഈസ് മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂളിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇറ്റ് കോർഡിനേറ്റ്സ് അതർ മാനേജ്മെൻറ്റ് ഇൻഫോർമേഷൻസ്. എല്ലാ ഇൻഫോർമേഷൻ മാനേജ്മെൻറ്റ് എല്ലാ അതർ ഡിപ്പാർട്ട്മെൻറ്റ്സിനെയും കോർഡിനേറ്റ് ചെയ്യാനും MPS ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതർ മാനേജ്മെൻറ്റ് ഇൻഫോർമേഷൻ ലൈക്ക് മാർക്കറ്റിംഗ്, ഫിനാൻസ്, HR എക്സെട്ര.
ഓക്കെ, നമുക്ക് എല്ലാം വേണം. ഒരു പ്രൊഡക്ഷന് നമുക്ക് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് മാത്രം പോരല്ലോ, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് വേണം, മാർക്കറ്റിംഗിൽ പ്രൊഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ അത് സെയിൽസ് നടത്തണ്ടേ, സെയിൽസ് ഉണ്ട്, മാർക്കറ്റിംഗ് ഉണ്ട്, അതുപോലെ എംപ്ലോയീസിന് നമുക്ക് സപ്ലൈ ഓഫ് ലേബർ എംപ്ലോയീസിന് തരാൻ വേണ്ടി HR നമ്മളെല്ലാ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് കോർഡിനേറ്റ് ചെയ്യാനും MPS ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ, മെയിൻറ്റെയിനിങ് വാലിഡ് പ്രയോറിറ്റീസ്. വാലിഡ് പ്രയോറിറ്റീസ് മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് പ്രയോറിറ്റീസ് ഫോർ വേരിയസ് ജോബ്സ് ടു ബി കംപ്ലീറ്റഡ് ഷുഡ് റിഫ്ലക്ട് ദ ട്രൂ നീഡ്സ്. ആക്ച്വൽ നീഡ്സ് നമുക്ക് അറിഞ്ഞാൽ മാത്രമേ അതിനനുസരിച്ച് നമുക്ക് എന്തൊക്കെ പ്രയോറിറ്റി നമുക്ക് മെയിൻലി പ്രയോറിറ്റി ഏതൊക്കെയാണ് ഫസ്റ്റ് ആവശ്യം, എന്തൊക്കെയാണ് നമുക്ക് ആദ്യത്തെ പ്രയോറിറ്റീസ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോന്ന് സെലക്ട് ചെയ്യണേ. ആ ട്രൂ നീഡ്സ് നമുക്ക് എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂൾ ചെയ്യണമെങ്കിൽ. ദെൻ ഡ്യൂ ഡേറ്റ് ആൻഡ് റാങ്കിങ് ജോബ് ഷുഡ് കറസ്പോണ്ട് വിത്ത് ടൈം ഓർഡർ ആക്ച്വലി നീഡഡ്. നമുക്ക് എന്താ എന്നാണ് ഡ്യൂ ഡേറ്റ്, എന്നാൽ നമ്മൾ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് കസ്റ്റമേഴ്സിന് പാസ് ചെയ്യണ്ടേ. റാങ്കിങ് നമ്മൾ ഓരോ ജോബ്സ് റാങ്ക് ചെയ്ത് വെക്കുന്നത് ആ കറസ്പോണ്ട് വിത്തിൻ ദ ടൈം നമ്മൾ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഡ്യൂ ഡേറ്റിനുള്ളിൽ പ്രൊഡക്ഷൻ നടത്തുന്നുണ്ടോ, കറക്റ്റായിട്ട് എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നെല്ലാം റാങ്കിങ് നടത്തിയിട്ട് ആ പ്രയോറിറ്റീസ് അനുസരിച്ച് പ്രൊഡക്ഷൻ നടത്തി നമ്മൾ ആ ഒരു പ്രയോറിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ട് പ്രൊഡക്ഷൻ നടത്താനും MPS ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് മെയിൻറ്റെയിനിങ് വാലിഡ് പ്രയോറിറ്റീസ് ബേസ്ഡ് ഓൺ പ്രയോറിറ്റീസ്. ഓരോ വർക്കിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഏതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്, ആ വാലിഡ് ടൈമിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്ത് തീർക്കണം, നമ്മൾ ഡിമാൻഡ് ചെയ്ത ടൈമിനുള്ളിൽ നമ്മൾ കറസ്പോണ്ടിങ് ടൈമിനുള്ളിൽ ചെയ്ത് തീർക്കുന്നുണ്ടോ, ഡ്യൂ ഡേറ്റിന് മുമ്പ് പ്രൊഡക്ഷൻ നടത്തി കസ്റ്റമേഴ്സിന് പ്രൊഡക്റ്റ് പാസ് ചെയ്യുന്നുണ്ടോ എന്നെല്ലാം മീൻസ് ബേസ്ഡ് ഓൺ ദാറ്റ് പ്രയോറിറ്റി നമ്മൾ ആ പ്രയോറിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ട് പ്രൊഡക്ഷൻ നടത്താനും MPS ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ദാറ്റ് ഈസ് ലാസ്റ്റ് ഫംഗ്ഷൻ, that is effectively utilizing the capacity. നമുക്കുള്ള കപ്പാസിറ്റി, നമുക്ക് എന്തൊക്കെ അവൈലബിൾ റിസോഴ്സസ് ഉണ്ട് അത് മാക്സിമം എഫക്റ്റീവ് മെത്തേഡിൽ യൂസ് ചെയ്തിട്ട് പ്രൊഡക്ഷൻ നടത്താം. ദാറ്റ് മീൻസ് ബൈ സ്പെസിഫൈയിങ് ദ എൻഡ് ഐറ്റം റിക്വയർമെൻറ്റ്സ് ഫോർ ഓവർ പീരിയഡ് MPS എസ്റ്റാബ്ലിഷ് ലോഡ് ആൻഡ് യൂട്ടിലൈസേഷൻ പാരാമീറ്റേഴ്സ്. ദാറ്റ് ഈസ് നമുക്ക് കപ്പാസിറ്റി ചിലപ്പോൾ എംപ്ലോയീസിൻ്റെ കേസിൽ കുറവായിരിക്കും, മീൻസ് എംപ്ലോയീസ് നമുക്ക് ആവശ്യത്തിന് ഉണ്ടാവില്ലായിരിക്കും. ബട്ട് ഉള്ള എംപ്ലോയീസ് നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ദാറ്റ് ഈസ് ഷിഫ്റ്റ് വർക്ക് കൊടുക്കുക, ഓവർ ടൈം കൊടുക്കുക, ഐഡിയൽ ടൈം കൊടുക്കുക. അതായത് നമുക്ക് കപ്പാസിറ്റി മാക്സിമം നമ്മളുടെ ഉള്ളത് ഏറ്റവും നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ട് പ്രൊഡക്ഷൻ നടത്താനും MPS ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ദീസ് ആർ ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് MPS. അപ്പോൾ നമ്മൾ MPSൻ്റെ മീനിങ് പറഞ്ഞു, എന്താണ് മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂൾ, ദെൻ വാട്ട് ആർ ഇറ്റ് സബ്ജക്റ്റീവ്സ്, ദെൻ വാട്ട് ആർ ഇറ്റ് ഫങ്ഷൻസ് ഓഫ് MPS. ഓക്കെ, താങ്ക് യു.